അന്യം നിന്ന് പോകുന്ന ഗോത്ര കലാരൂപമായ രാമർകൂത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അരങ്ങിലെത്തി. അട്ടപ്പാടി ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് അട്ടപ്പാടിക്കാർക്ക് വീണ്ടും രാമർകൂത്ത് കാണാൻ അവസരം കിട്ടിയത്. ഗോത്ര വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന APJ അബ്ദുൽ കലാം ട്രൈബൽ സ്കൂളാണ് രാമർകൂത്തിന്റെ പുനർജനിക്ക് അവസരമൊരുക്കിയത്. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പാലക്കാടൻ ആദിവാസി ഗ്രാമങ്ങളിൽ ഏറെ പ്രചാരമുണ്ടായിരുന്ന നൃത്തനാടകമാണ് രാമർകൂത്ത്. അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം കുറഞ്ഞതോടെ ഇരുള സമുദായത്തിന്റെ അനുഷ്ഠാന കലയായ രാമർകൂത്തിന് വേദികളില്ലാതെയായി. 6 മുതൽ 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന നാടകം കാണാൻ ആളില്ലാതെ വന്നത് അനുഷ്ഠാന കല കൊണ്ടു നടന്നവരെ ഉൾപ്പെടെ പുറകോട്ടടിച്ചു. എന്നാൽ ഇപ്പോൾ വാമൊഴിയായി തലമുറകൾ കൈമാറി വന്ന രാമർകൂത്തിനെ വീണ്ടും വേദികളിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അട്ടപ്പാടിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ഷോളയൂർ ഊത്തുക്കുഴിയിലെ ഗോത്ര കലാകാരന്മാരുടെ നാട്യകലാ സംഘം അട്ടപ്പാടി ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലാണ് വീണ്ടും കൂത്ത് അവതരിപ്പിച്ചത്. തഞ്ചാവൂരിലെ നാടക സംവിധായകൻ ഉതിരി വിജയകുമാർ ആയിരുന്നു പരിശീലകൻ. മാതൃഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള കലാകാരന്മാരുടെ പോരാട്ടത്തിന് അട്ടപ്പാടിയിലെ APJ അബ്ദുൽ കലാം ട്രൈബൽ സ്കൂളാണ് സഹായം നൽകുന്നത്. ഏകദേശം 12 മണിക്കൂറോളം ഉള്ള കൂത്ത് നമ്മളിപ്പോൾ ചുരുക്കി ഒരു 6 മണിക്കൂറാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് 2 മണിക്കൂറാക്കിയാലേ നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊക്കെ എവിടെയും പോയി കളിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധിനിവേശങ്ങൾക്കിടയിലും തനിമ ചോരാതെ തായ്മൊഴിയിലുള്ള കലാരൂപത്തെയും അത് അവതരിപ്പിക്കുന്ന കലാകാരന്മാരെയും നിലനിർത്താൻ കൂടുതൽ വേദികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാമർകൂത്തിന്റെ അണിയറക്കാർ. റിപ്പോർട്ടർ, പാലക്കാട്.